മോർണിംഗ്. ഞാൻ ഷോർട്ട് ടൈമിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വവൽസ് ആണ്. വവൽസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? സ്വരങ്ങൾ എന്നാണ്. അപ്പം ഈ വാട്ട് ഈസ് വവൽ? വവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? If the mouth passage is left so open as not, audible pressure and voice breath is sent through it, we have a vowel. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ വേറെ ഒന്നുമില്ല. അത് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, വാ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് എന്താണ്, മറ്റൊരാൾക്ക് ഒരു അസൗകര്യം, മറ്റു കാരണങ്ങളോ ഒന്നും അസൗകര്യമൊന്നും ഉണ്ടാവാതെ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് വവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വവൽസ്, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സ്പീഡ് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സൗണ്ടോ വേറെ ഒന്നും നമുക്ക് അത് വരാൻ പാടില്ല. നമ്മളെ വോയിസ്, സംസാരം തന്നെ, സംസാരമാണ്. ആ സംസാരമാണ്, ആ വേർഡുകൾ നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കണം. അല്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പിന്നെ തടസ്സങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഉള്ള ഒന്നാണ് വവൽസ്. അപ്പോൾ ഈ വവലുകളെ തന്നെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? 12 വവൽസ് ഉണ്ടായിരുന്നു. നമുക്ക് വവൽ എത്ര ഉണ്ടായിരിക്കും? 12 വവലാണുള്ളത്. അപ്പോൾ ആ 12 വവലിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ലോങ് വവലും ഒന്ന് ഷോർട്ട് വവലുമാണ്. അപ്പോൾ എന്താണ്? ഒന്ന് ലോങ് വവലും ഒന്ന് ഷോർട്ട് വവൽ. അപ്പം ലോങ് വവൽ എത്ര എണ്ണം? അപ്പം 6 ലോങ് വവലാണ്. അത് നമ്മൾ പറയുന്നത് ആ, എ, ഇ, ആ, ഓ, ഉ. അപ്പം അത് ഒന്ന് ഹെവി ഡോട്ടും ഹെവി ഡാഷുമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു നല്ലൊരു ഡോട്ട് തെളിപ്പിച്ച് കൊടുക്കുക. അതാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഹെവി ഡോട്ടും ഒരു ഹെവി ഡാഷും കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ വവൽ എഴുതുന്നത്. അല്ലെങ്കിൽ എക്സാമ്പിൾ ഇപ്പം നമുക്കിപ്പം ആ, എ, ഇ, ആ, ഓ, ഉ. അപ്പം ഇത് നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ അവർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? പ, മേ, ബി. പ എന്ന് പറഞ്ഞാൽ പ, മേ എ ഉണ്ട്, ബിക്ക് ഇ ഉണ്ട്. ആൾ, ഗോ, ടു, ആ, ഓ, ടു, ഉ. അപ്പം അങ്ങനെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അപ്പം ലോങ് വവൽസ് ആർ റിപ്രസെൻറ്റഡ് ബൈ ഹെവി ഡോട്ട്, ഹെവി ഡാഷ് ആയിരിക്കും. അപ്പം ആ സ്ട്രോക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ വവൽ. അപ്പോൾ ആ വവലിന് നമുക്ക് എത്ര പ്ലേസ് ഉണ്ടായിരിക്കും? 3 പ്ലേസ് ഉണ്ടായിരിക്കും. ഒന്നെന്താണ്? ബിഗിനിങ്, മിഡില്, എൻഡ്. അങ്ങനെ 3 പ്ലേസ് നമുക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബിഗിനിങ്ങിൽ വരുന്ന എന്താണ്? ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. അങ്ങനെയാണ് ആ പ്ലേസുകൾ വരുന്നത്. അപ്പോൾ ഓരോ സ്ട്രോക്കിനെയും ബേസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയണ പി നമ്മളിവിടെ എഴുതുന്നത് പിക്ക് എത്ര പ്ലേസ് ഉണ്ടായിരിക്കും? എത്ര സൈഡ് ഉണ്ടായിരിക്കും? ആദ്യം ബിഫോർ സൈഡ്, ആഫ്റ്റർ സൈഡ്. പിന്നെന്താ? ടി എത്ര സൈഡ് ഉണ്ടായിരിക്കും? ബിഫോർ സൈഡ്, ആഫ്റ്റർ സൈഡ്. ജെ എത്ര സൈഡ് ഉണ്ടായിരിക്കും? ബിഫോർ സൈഡ്, ആഫ്റ്റർ സൈഡ്. ഹൊറിസോണ്ടൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വരയിൽ തൊട്ടെഴുതുന്ന സ്ട്രോക്കുകളാണ് നമ്മളെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രോക്കുകൾ. കെ, എ, എം, എൻ, ഇങ്. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രോക്കിൽ ടോപ്പ് സൈഡ് ബിഫോർ സൈഡാണ്. ടോപ്പ് സൈഡ് എന്താണ്? ബിഫോർ സൈഡും. ബോട്ടം സൈഡ് എന്താണ്? ആഫ്റ്റർ സൈഡാണ്. എമ്മും അങ്ങനെയാണ്. എന്താണ്? ടോപ്പ് സൈഡ് ബിഫോർ സൈഡ്, ബോട്ടം സൈഡ് ആഫ്റ്റർ സൈഡ്. എന്നും അതേപോലെ ബോട്ടം സൈഡ് ബിഫോർ സൈഡ്, ടോപ്പ് സൈഡ് ബിഫോർ സൈഡ്. ഇപ്പം വവൽസ് സൗണ്ടുകൾ എങ്ങനെയാണ്? വവൽസ് ആ ഫസ്റ്റ് പ്ലേസ് എന്നാണ് പറഞ്ഞത്. ആ ഏതാണ്? ഫസ്റ്റ് പ്ലേസ് അടങ്ങുന്നത്. എക്സാമ്പിള് നമ്മുടെ പി ആണ് ഇവിടെ കിടന്നത്. അപ്പം ആ സ്വരം വന്നാൽ ഏത് പ്ലേസ് ആയിരിക്കും? ഫസ്റ്റ് പ്ലേസ്. ആ ഫസ്റ്റ് പ്ലേസ് ആണ്. എക്സാമ്പിൾ നമുക്ക് പറയാം. പ എന്ന് പറഞ്ഞാൽ എന്താണ്? പി എഴുതിയതിന് ശേഷം ആ ഫസ്റ്റിൽ തന്നെ കൊടുക്കും. പി എഴുതിയതിന് ശേഷം എന്താണ് കൊടുക്കുന്നത്? ഇതാണ് പി എഴുതിയതിന് ശേഷം ആ ഫസ്റ്റ് പ്ലേസ് കൊടുക്കും. അപ്പം എന്താണ്? 1
ഡോട്ട് കൊടുക്കുമെങ്കിൽ ആ നീട്ടി കൊടുക്കുന്നതിന് എന്താണ് ഡാഷ് ആയിരിക്കും. എക്സാമ്പിൾ കാം, കാം KM എന്നിട്ട് ഡോട്ട് ഫസ്റ്റ് പ്ലേസിലാണ് കൊടുക്കുന്നത്. പാട് ഏതാണ് ഫസ്റ്റ് പ്ലേസിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ആ വന്നു, ഇവിടെ ആ വന്നു, അതാണ് ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫസ്റ്റ് പ്ലേസ്, രണ്ടാമത്തെ സെക്കൻഡ് പ്ലേസ്, മൂന്നാമത്തെ തേർഡ് പ്ലേസ്, അങ്ങനെയാണ് ഓരോന്നും ഇങ്ങനെ കൊടുത്തത്. 1 2 3 രണ്ട് സൈഡ് ഉണ്ടായിരിക്കും. ഒരു സ്ട്രോക്കിന് എത്ര സൈഡ്? 2 സൈഡ്. ഒന്ന് ബിഫോർ സൈഡ്, ഒന്ന് ആഫ്റ്റർ സൈഡാണ്. അപ്പൊ ആ ബിഫോർ സൈഡിൽ എത്ര? 1 2 3 ഉണ്ടായിരിക്കും. ആഫ്റ്റർ സൈഡിൽ എത്ര ഉണ്ടായിരിക്കും? 1 2 3. അങ്ങനെ 3 പ്ലേസുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടിക്ക് എത്രയാണ്? ടി 1 2 3 1 2 3. എഫ് 1 2 3 1 2 3. ഇതാണ് അതിൻ്റെ ആ പൊസിഷനാണ് ഇതാ ഇതിൽ കാണിച്ചേക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ വന്നാൽ ഏത് പ്ലേസ് ആയിരിക്കും? ഫസ്റ്റ് പ്ലേസിലാണ് നമ്മൾ കൊടുക്കണം. ഓ വന്നാൽ എന്താണ്? സെക്കൻഡ് പ്ലേസ് ആണ് അത് കൊടുക്കണം. രണ്ടാമത്തെ മധ്യമായിട്ടാണ് കൊടുക്കണം. അടുത്ത ഊ വന്നാൽ ഏതാണ്? തേർഡ് പ്ലേസ്. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. അങ്ങനെ ആ സൗണ്ട് അനുസരിച്ച്, ആ സ്വരങ്ങളെ സൗണ്ട് അനുസരിച്ചാണ് നമ്മളിത് കൊടുത്തേക്കുന്നത്. എ ഓ ഈ ഊ അങ്ങനെയാണ് 3 സ്വരം കൊടുത്തേക്കുന്നത്. അപ്പൊ അതിൽ വരുന്നത് ഫസ്റ്റ് പ്ലേസ് ബൂത്തിലെയും ഇതാണ് വരയ്ക്ക് മുകളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് ആ സ്ട്രോക്ക്. വന്ന ഏതാണ്? പാ വരയ്ക്ക് മുകളിൽ എഴുതിയിട്ട് ആ കൊടുക്കണം. പാ അതും പി എഴുതിയതിന് ശേഷം ആ കൊടുക്കണം വരയ്ക്ക് മുകളിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഓയാണ്. അത് സെക്കൻഡ് പ്ലേസ് എന്താണ്? ഓൺത് ലൈനാണ്. അത് വരയിൽ തൊട്ടേ എഴുതാവൂ. ഇത് സ്ട്രോക്കുകൾ എന്താണ്? വരയിൽ തൊട്ടാണ് എഴുതുന്നത്. ഓ എന്ന്. പേ സൗണ്ട് അവിടെ വന്നല്ലോ. അപ്പം അതെന്താണ്? സെക്കൻഡ് പ്ലേസ്. പേജ് അത് വന്നു. പി ഓൺത് ലൈനിൽ എഴുതിയിട്ട് കൊടുത്ത് പേജ്. കോൾ അവിടെ ഓ വന്നതുകൊണ്ട് ഓൺത് ലൈൻ എടുത്ത് കൊടുത്ത്. അടുത്തത് റോട്ട് റോ അവിടെ ഡാഷാണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഡാഷാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഊ ആണ്. അത് തേർഡ് പ്ലേസ് അവര് ത്രൂ ദി ലൈനിലാണ് കൊടുക്കേണ്ടത്. വര ഇട്ടിട്ടുണ്ട്. ആ വരയ്ക്ക് വന്ന എന്താണ്? തേർഡ് പ്ലേസിലാണ്. പി ത്രൂ ദി ലൈൻ എഴുതിയതിന് ശേഷം തേർഡ് പ്ലേസിൽ കൊടുത്തു. ഡി ത്രൂ ദി ലൈൻ എഴുതിയതിന് ശേഷം അവര് തേർഡ് പ്ലേസിൽ. അടുത്ത ചേ ത്രൂ ദി ലൈൻ കൊടുത്ത് അങ്ങനെ ചെയ്തു. പൂൾ പി എഴുതിയതിന് ശേഷം ഓവൽ തേർഡ് പ്ലേസിലാണ് കൊടുക്കുക. അപ്പോൾ അവിടെ വരുമ്പോൾ 1 2 3 ഇങ്ങനെയാണ് വരുന്നത്. 1 2 3. പക്ഷേ അടുത്ത പാഠത്തിൽ നമുക്കത് വ്യക്തമായിട്ട് പഠിക്കാം. ഇതിപ്പോൾ മതി. PL തേർഡ് പ്ലേസിൽ പിൽ. BL തേർഡ് പ്ലേസിൽ ത്രൂ ദി ലൈൻ ഈറ്റ്. അത് ടി ത്രൂ ദി ലൈൻ പ്രൊസീഡ് ചെയ്ത് അവർ വന്നു. അടുത്ത കീ തേർഡ് പ്ലേസ്. അങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. നല്ലൊരു എഴുതി ഞാൻ അങ്ങോട്ട് നോട്ടിൽ എഴുതിയിട്ടേക്കാം.